ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജയം ജേണി. മീശം താടി മടിച്ചിട്ട് മീശുണ്ട്, താടി അടിച്ചിട്ട് വൃത്തിയിട്ട പോലെ ആയിരിക്കുന്നു, മൊച്ചക്കറി പോലെ ആയിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കമന്റുകൾ നിരോധിച്ചിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട്, സെറ്റായിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കമന്റുകൾ സ്വാഗതാർഹം. എന്തായാലും നമ്മുടെ വിഷയം അതല്ല. തുടരും എത്ര നല്ല സിനിമയായിരിക്കും എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. എന്തായാലും ആ സിനിമയിൽ വന്നിട്ടുള്ള എല്ലാ പോസ്റ്ററുകളും ഗംഭീര പോസ്റ്ററുകളായിരുന്നു. അതിൻ്റെ ഒരു ഗ്ലിംസ് വന്നിരുന്നു. ഗ്ലിംസിന്റെ ആ വരികളൊക്കെ കിടലായിരുന്നു. ലാലേട്ടൻ കൂടെ MG ശ്രീകുമാർ, അതൊരു കോംബോ ആണ്. അതൊരു ഒന്നൊന്നര കോംബോ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ജെയ്ക്സ് ബിജയാണ് മ്യൂസിക് ചെയ്യുന്നത്. ഈ പാട്ട് എങ്ങനെയുണ്ട് നോക്കാം. 4 മിനിറ്റ് 24 സെക്കൻഡ് ആണ്. ലെറ്റ്സ് വാച്ച്. റെഡി. Use headphones for better experience. Of course. പഴയ ലാലേട്ടൻ. എന്തൊരു ചേലാണ്, നെഞ്ചില് നേരാണ്, എന്റെ കിനാവാണ്, എന്തിനും നീയാണ്. കൺമണിപ്പൂവേ, കണ്ണാടിപ്പൂവേ, കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ, പുഞ്ചിരിക്കാറ്റേ, പാറും പൂമ്പാറ്റേ, കുരുന്നാറ്റേ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ, കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്, അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ, ഇതിലെ വാ, കനവിലെ ചിറകുവാൻ, പകലിലെ വഴികളിൽ വെയിലു പോലനയുവാൻ. കൺമണിപ്പൂവേ, കണ്ണാടിപ്പൂവേ, കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. രഞ്ജിത്ത് തരുൺ മൂർത്തി. മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം, മുത്തുക്കലമാനെ തെറ്റിപ്പിണങ്ങാതെ മുത്തും മിഴിയോടെ ഞാനിരിക്കാം. ഒരു ദളം പോലെ ഇരുമനം ചേരും മണിക്കുഞ്ഞോളങ്ങൾ മഴവില്ലായി മാറും, ഹിമചിമ്മാവാനം ഇതു കണ്ടേ നിൽക്കും, മണിക്കുടിലിൻ ചുമരുകളിൽ നിറം കുടഞ്ഞൊന്നു ചിരിക്കും. എന്തൊരു ചേലാണ്, നെഞ്ചില് നേരാണ്, കൺമണിപ്പൂവേ, കണ്ണാടിപ്പൂവേ, കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ, കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്, അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ
സൂപ്പർ, നല്ല രസമുള്ളൊരു പാട്ട്. നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ, അതെങ്ങനെ പറയേണ്ടത്, ഇതിന് ഗ്ലിംസ് വന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അത് വേറെ വേറെ കുറെ പല പാട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഇതില് കിലുങ്ങും നെഞ്ചകത്തിൻ ആ സാധനത്തിലേക്ക് പെട്ടെന്ന് പോകേണ്ട പോലെ കൺമണിപ്പൂവേ ഇത് വേറെ ഏതോ ഒരു പാട്ട്, പുഞ്ചിരി തഞ്ചും നെഞ്ചിരി രോമൽ, ആ പാട്ടാണോ? അങ്ങനെ ഏതൊക്കെയോ പാട്ടുമായിട്ടുള്ള ഒരു ചെറിയ ചെറിയ വേരിയേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ചെറിയ നോട്ട്സ് അങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ചെറിയ ആ കഴിഞ്ഞിട്ട് കണ്ണാടിപ്പൂവേ അവിടെ ചേഞ്ച് വന്നു. പക്ഷെ ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാട്ടിലേക്ക് പോകും. ആ പാട്ട് കറക്റ്റ് ഇങ്ങനെ വായന തുമ്പത്തുണ്ട്, കറക്റ്റ് കിട്ടണില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്താം. അത് ഒക്കെ പെട്ടെ വാട്ടെവർ. സോങ് 4 മിനിറ്റ് കേട്ടപ്പോഴും നല്ലൊരു രസമായിട്ടുള്ള ഫീലാണ്. ആൻഡ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹം ഒരു പക്ക ഫാമിലി മാൻ ആണ്. ഫാമിലിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, അവരത്രയും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മനുഷ്യൻ എന്നുള്ളൊരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. ആൻഡ് ആ ബ്ലാക്ക് എന്താ പറയുക, പിന്നെ ഒരു കാര്യമുണ്ട്, ബ്ലാക്ക് അംബാസഡർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സമയത്ത് ഫീൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഏതൊരാൾക്കാണെങ്കിലും ഫീൽ ചെയ്യുക എമ്പുരാൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എമ്പുരാനിൽ ആ ഒരു ബ്ലാക്ക് അംബാസഡറിൽ പുള്ളി ഇങ്ങനെ വരുന്നതിന്റെ ഫീല് ഭയങ്കരമാണ്. ഒരു പക്ഷേ ആ വണ്ടി തന്നെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നതെന്നും ഒരു ഡൗട്ട് ഇല്ലാതില്ല. കാരണം എമ്പുരാനിലാണെങ്കിൽ ആക്ടർ നന്ദുയുടെ കയ്യിലുണ്ടായിരുന്ന വണ്ടിയാണ്. അത് പൃഥ്വിരാജ് ചോദിച്ചു, പൃഥ്വിരാജ് പൃഥ്വിരാജ് പൈസ കൊടുത്ത് മേടിച്ച് ഉപയോഗിച്ചാണെന്ന് പറയുന്നുണ്ട്. അതിന് ലാലേട്ടൻ മേടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ വണ്ടി തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത് അറിയില്ല. അങ്ങനെ ജസ്റ്റ് ഒരു തോന്നൽ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ആ വണ്ടി നല്ല ഭംഗിയുണ്ട് കാണാൻ. ആൻഡ് എല്ലാവർക്കും തോന്നിയിട്ടുള്ള പോലെ ഇതൊരു ദൃശ്യത്തിലെ ആ ഒരു ഫാമിലി ഉണ്ടല്ലോ, അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, അവരുടെ ആ ഫാദറും അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ഒരു സ്നേഹബന്ധം തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലും ഫീൽ ചെയ്യുന്നുണ്ട്. ഓഫ്കോഴ്സ് അതല്ലാതെ ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, വളരെ നാച്ചുറൽ ആയിട്ടുള്ള, അറിയാലോ ലാലേട്ടന്റെ കയ്യിൽ ഇത്തരം നാച്ചുറൽ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഏതോ ഒരാൾ എന്ന് തോന്നുന്ന ചില കഥാപാത്രങ്ങൾ അത്ര തന്മയത്വത്തോടു കൂടി, അത്ര പക്വതയോടുകൂടി, അത്രമാത്രം അത് കയ്യിലിങ്ങനെ ഒതുക്കി ചെയ്യുന്ന ഒരാളാണ് ലാലേട്ടൻ. അതിന് ലാലേട്ടൻ ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കഥാപാത്രമാകുന്നെന്ന് തോന്നുന്നു. ഇതിന്റെ ലീക്കായുള്ള ചില വേർഷൻസ് ഉണ്ടായിരുന്നല്ലോ, ഫോൺ വിളിച്ചിട്ട് പുള്ളി ഇങ്ങനെ വരുമ്പോൾ ജീപ്പിൽ ഏതോ ഒരാൾ പോകുന്ന അയാളോട് ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതല്ലാതെ ഇപ്പൊ ഇതിന് തൊട്ട് മുമ്പ് വന്നിട്ടുള്ള ഒരു പോസ്റ്റർ ആണെങ്കിൽ ആ പോസ്റ്ററിൽ അവർ ആ ചക്ക അതൊക്കെ പൊളിച്ചിങ്ങനെ കഴിക്കാനൊക്കെ നിൽക്കുന്ന എല്ലാവരും വളരെ എൻജോയ് നിൽക്കുന്ന സാധനം. ആൻഡ് ഇതിൽ തന്നെ എത്രയോ ഫോട്ടോസ് നമുക്ക് കാണിച്ചിട്ടുണ്ട്, ഒരുപാട് പിക്ചേഴ്സ് ശോഭനയും അതുപോലെ ലാലേട്ടനും ഒപ്പം നിൽക്കുന്ന സാധനങ്ങൾ. അതുപോലെ കാറില് ലാലേട്ടൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോകുന്ന അപ്പത്തെ ശോഭന ഇങ്ങനെ ഒരു ചമ്മിയുള്ള ചിരി, അല്ലെങ്കിൽ എന്തോ ഒരു പ്രണയത്തോടെ എന്തോ ഡയലോഗ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തോ കാണിച്ചിട്ടോ ലാലേട്ടൻ പോകുമ്പോഴുള്ള ഒരു സാധനം, അതൊക്കെ നമുക്ക് ഒരു ജസ്റ്റ് ഒരു പോസ്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആൻഡ് ശോഭനയാണെങ്കിലും ശരി, ലാലേട്ടനാണെങ്കിലും ശരി, അഭിനയത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത രണ്ട് ആക്ടേഴ്സ് ആണ്. അപ്പോ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് തരുൺമൂർത്തിയുടെ അടുത്ത് നിന്ന് തുടരും എന്ന് പറഞ്ഞ ഈ സിനിമയിൽ ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തുടരും എന്ന് പറഞ്ഞ സിനിമ നല്ലൊരു ഫീൽ ഗുഡ് സിനിമ കൂടി ആയിരിക്കും എന്നുള്ളതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഈ സോങ്. ഗംഭീര സോങ്. അദ്ദേഹത്തിന്റെ വോയിസ് ആണെങ്കിലും ലാലേട്ടന്റെ ഇതിൽ കാണിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ആണെങ്കിലും, അറിയാലോ ലാലേട്ടന്റെ പാട്ടുകൾ അത് എം ജി ശ്രീകുമാറാണ് പാടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എംജിയുടെ വോയിസിന് ലാലേട്ടൻ ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ലാലേട്ടൻ ഓഫ്കോഴ്സ് പാട്ടിന് ഏത് പാട്ടാണെങ്കിലും ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ആൻഡ് എം ജി ആകുമ്പോൾ അതിന്റെ ഒരു ഇരട്ടി മധുരം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫീൽ ഇതിന് കിട്ടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ഈ പാട്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. തുടരും എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. പോരാത്തതിന് ലാലേട്ടൻ നിരത്തിയ സിനിമ കൊടുത്തിരിക്കുകയാണ്. എമ്പുരാൻ, അത് കഴിഞ്ഞ് തുടരും, അതല്ലാതെ ദൃശ്യം 3, പിന്നെ അനുമേനോനായിട്ടൊരു ചിത്രം, അതെന്തായിരിക്കും നമുക്കറിയില്ല. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള 3 ചിത്രങ്ങൾ, തുടരും, ദൃശ്യം 3 ആൻഡ് എമ്പുരാൻ, 3ലും വൻ പ്രതീക്ഷയാണുള്ളത്. അതല്ലാതെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വരുന്നുണ്ട്, സത്യനന്ദിക്കാട് ചിത്രം, ആ കോംബോ വീണ്ടും വരുന്നു. അപ്പൊ അതിലൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എന്താവും നമുക്ക് കണ്ടറിയാം. സോ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. ഇത് വീഡിയോ കാണുന്നവരെ.